ഈശ്വര കാത്തോണേ. ഓ, നല്ല തലവേദന. എന്തൊരു തലവേദന ഇത്. ഈ തലവേദന എന്നെയും കൊണ്ട് പോളെന്നാ തോന്നുന്നേ. മോളെ മീനാക്ഷി, മോളെ മീനാക്ഷി. അമ്മേതേ വരുന്നു. ഇതാണ് ഈ കഥയിലെ നായിക മീനാക്ഷി. എന്താ അമ്മേ, അമ്മ വിളിച്ചോ? മോളെ, അമ്മയ്ക്ക് നല്ല തലവേദന. അയ്യോ, എന്ത് പറ്റി അമ്മേ? അത് അറിയില്ല മോളെ, രാവിലെ എണീറ്റപ്പോ തൊട്ടങ്ങ് തുടങ്ങിയതാന്നേ. മോൾ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാമോ? അതെന്ത് വർത്താനോ അമ്മ ഈ പറയുന്നേ? ചായ ഇട്ട് തരുവോന്നോ? അമ്മയ്ക്ക് പിന്നെ ഞാൻ ചായ ഇട്ട് തരില്ലേ? അമ്മയ്ക്ക് ചായ ഇട്ട് തന്നില്ലേ പിന്നെ ഞാൻ ആർക്കാ ചായ ഇട്ട് തരുന്നേ? അമ്മ അങ്ങനെ പറഞ്ഞതല്ല മോളെ. മോളെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? പിന്നെ ചായ ഇടുമ്പം കടുപ്പം കുറച്ച് മധുരം ലേശം കൂട്ടി വേണം എടുക്കാൻ. അതാ അമ്മയ്ക്ക് ഇഷ്ടം. കുറച്ച് നാളായില്ല അമ്മേ ഞാനിവിടെ വന്നിട്ട്. അമ്മയുടെ ഇഷ്ടമൊക്കെ പിന്നെ പഠിക്കാതെ. അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ ചായ കൊണ്ടുവരാം. അമ്മ പറഞ്ഞതുപോലെ തന്നെ കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ. ശരി മോളെ. കള്ളക്കളവി രാവിലെ തൊട്ട് തുടങ്ങി ഉടായിപ്പ്. തലവേദന എന്ന് പറഞ്ഞ പിന്നെ ഇന്നത്തെ ദിവസം പണിയെടുക്കണ്ടല്ലോ. അവന്റെ ഒരു കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ. പഞ്ചസാരയല്ല, അവർക്ക് ഉപ്പാണ് കലക്കി കൊടുക്കേണ്ട, ഉപ്പ്. ഇത് എന്താടി നീ രാവിലെ തന്നെ പെറുപുറത്തോണ്ടിരിക്കുന്നേ? നീ എന്താ എനിക്ക് രാവിലെ ചായ തരാത്തത്? അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചായ എനിക്ക് കൊണ്ടു തരുന്നതല്ലേ? മണി 8 ഇതുവരെ നീ ചായ ഇട്ട് കഴിഞ്ഞില്ലേ? ദേ മനുഷ്യ, നിങ്ങളുടെ തള്ള എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്തുവാടി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതിന് മാത്രം കൂടി ഇപ്പൊ എന്തുണ്ടായി? നിങ്ങളുടെ അമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോ തൊട്ട് തലവേദനയാണ്. അവർക്ക് കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ. അതിനിപ്പോ എന്താ? അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടായിരിക്കും. നീ ചായ കൊണ്ടേ കൊടുത്തോ അമ്മയ്ക്ക്? എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അമ്മയ്ക്ക് തലവേദനയാന്ന്. ആ തള്ളയുടെ അടവാണ് ഇതൊക്കെ, പണിയെടുക്കാതിരിക്കാനുള്ള അടവ്. ഞാൻ കേറി വന്നപ്പോ തൊട്ട് തുടങ്ങിയത് അവരുടെ ഈ തലവേദന. ഇങ്ങനെ പോയ ഞാൻ തന്നെ അവരുടെ തലവേദന മാറ്റും. ഒന്ന് പയ്യെ പറയടി, അമ്മ കേക്കും. നീ ആവശ്യമില്ലാതെ ഓരോന്നും പറയാതെ അമ്മയ്ക്ക് വേഗം ചായ കൊണ്ടേ കൊടുക്ക്. ഒരെണ്ണം എനിക്കും താ. ചായ തിളക്കിട്ട മനുഷ്യ കൊണ്ടുതരാം. പന്നക്കിളവി. അമ്മേ, ചായ. ആ, മോൾ ഇത്ര വേഗം ചായ ഇട്ട് കഴിഞ്ഞോ? കൊള്ളാം, നല്ല ചായ. അമ്മ പറഞ്ഞതുപോലെ തന്നെ പാകത്തിന് കടുപ്പം പാകത്തിന് മധുരം. നല്ല ചായ. അമ്മയ്ക്ക് രാവിലെ കഴിക്കാൻ എന്താ വേണ്ടത്? ഗോതമ്പ് മാവ് ഇരിപ്പില്ലേ മോളെ? ഉണ്ടെന്നേ. ഇന്നലെയല്ലേ പുതിയ പാക്കറ്റ് മേടിച്ചോണ്ട് വന്നേ. എന്തിനാമേ, ഗോതമ്പ് ദോശ ചൂടാനാണോ? അല്ല, മോള് ചെന്നേ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്ക്. കുറെ നാളായില്ലേ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട്. ശരി അമ്മേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. ശരി മോളെ. നല്ല ചായ. ദേ മനുഷ്യ, നിങ്ങളുടെ അമ്മയ്ക്ക് ചപ്പാത്തി മുട്ടക്കറി മാത്രമേ ഇറങ്ങത്തുള്ളെന്ന്. അവർക്ക് എന്താ ദോശയും പുട്ടൊന്നും കഴിച്ചൂടെ? എന്തു പറ്റി? നിങ്ങളുടെ അമ്മയ്ക്ക് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയും കഴിക്കണമെന്ന്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ഇനി മാവെടുത്ത് കുഴയ്ക്കണം. അതിനിപ്പോ എന്താ, കുഴയ്ക്കണം. മാവ് കുഴച്ചാൽ മാത്രം ചപ്പാത്തി ആവുമോ? ഇല്ലല്ലോ. അത് പരത്തണം, പിന്നെ ചുടണം. ഓ മൈ ഗോഡ്, ഹൊറിബിൾ. ഞാൻ ഈ ചൂടത്ത് ഒറ്റയ്ക്ക് അടുക്കള കിടന്ന് കഷ്ടപ്പെടണം. തള്ള മനഃപൂർവ്വം എനിക്ക് പണി തന്നതാ. ഇങ്ങനൊന്നും പറയില്ലേടി, അമ്മ ഇങ്ങനൊന്നും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഓ പിന്നെ, നിങ്ങളുടെ അമ്മയ്ക്കല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ വിധി, അല്ലാതെ എന്ത് പറയാ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, ഒരു 100 കൂട്ടം പണി കിടക്കണം. ഇവളുടെ ഒരു കാര്യം. അമ്മേ,
ചപ്പാത്തി മുട്ടക്കറി എങ്ങനെയുണ്ട്? ഉം അടിപൊളി മോളെ, ഒടുക്കത്തെ ടേസ്റ്റ്. അല്ലേലും മോൾ ഉണ്ടാക്കുന്ന എല്ലാ കറികൾക്കും ഒടുക്കത്തെ ടേസ്റ്റാ. അല്ലേ മോനെ? അതെ അതെ, പ്രത്യേക ഒരു കൈപ്പുണ്യമാണ് ഇവൾക്ക്. കുറച്ചുകൂടെ എടുത്ത് കഴിക്കമ്മേ. മതി മോളെ, അമ്മയുടെ വയറ് നിറഞ്ഞു. ചായ ഉണ്ടോ മോളെ ഇനി? ആ, രാവിലെ ഇട്ട ചായ ബാക്കി ഇരിപ്പുണ്ട്, ചൂടാക്കി തരട്ടെ അമ്മേ? അമ്മ ചൂടാക്കാം മോളെ, മോളിരുന്ന് കഴിക്കേ. ഏ, അതൊന്നും കുഴപ്പമില്ലമ്മേ, അമ്മ ഇരുന്ന് കഴിക്കേ. ഞാൻ പോയി ചൂടാക്കിക്കൊണ്ട് വരാം. ശരി മോളെ. അതെ, രാവിലെ അമ്മ ചപ്പാത്തിക്കും മുട്ടക്കറിക്കും ഒടുക്കത്തെ ടേസ്റ്റാന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്ത് കാര്യം? ഞാൻ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഡെയിലി ഇനി ഞാൻ തന്നെ വെച്ച് വിളമ്പി കൊടുക്കുമല്ലോ, അതിന്റെ അടവാണിത്. എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ ആ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ അത് സത്യസന്ധമായി പറഞ്ഞതാ. ഉവ്വ, നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നിങ്ങൾക്കൊരു വേലക്കാരീനെ വേണമായിരുന്നു, അതിനല്ലേ എന്നെ കെട്ടിയേ. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ഈ ഷർട്ട് ഒന്ന് തേച്ചു തരുമോ? ഇനി ഷർട്ടും തേക്കണം, എന്റെ വിധി. ഹോ, ഇവളുടെയൊക്കെ ഒരു കാര്യം. പെണ്ണുങ്ങളെന്താ ഇങ്ങനെ? അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് എന്താ കറി വെക്കേണ്ടത്? ഇന്ന് ചോറ് വെക്കണം മോളെ. ചിക്കൻ ഇരിപ്പില്ലേ, ചിക്കൻ ബിരിയാണി വെച്ചാ പോരെ? മസാല ഇട്ട് വെക്കണോ അതോ മസാല ഇടാതെ വെക്കണോ അമ്മേ? മസാല ഇട്ട് തന്നെ ആയിക്കോട്ടെ മോളെ, അതാകുമ്പോ ആ മസാലയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം. അവനും അതാ ഇഷ്ടം. ശരി അമ്മേ, ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. മോളെ, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങ് എടുത്തു വെക്കാം, അമ്മ തൊലി കളഞ്ഞു തരാം. വേണ്ടമ്മേ, ഞാൻ ചെയ്തോളാം, അതിന് മാത്രം പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ശരി മോളെ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ശരി അമ്മേ. കണക്കുകൾ ഒന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ. 2000 രൂപയുടെ കുറവ് കാണിക്കുന്നുണ്ടല്ലോ. ഹലോ. ദേ മനുഷ്യ, നിങ്ങളുടെ അമ്മക്ക് ചിക്കൻ ബിരിയാണി തൊണ്ടേക്കൂടെ ഇറങ്ങത്തുള്ളന്ന്. ഈ കാര്യം പറയടി, ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ അമ്മയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറിയൊന്നും വേണ്ട, അവർക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന്, അതേ അവരുടെ തൊണ്ടേക്കൂടെ ഇറങ്ങത്തുള്ളന്ന്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? നിനക്ക് പറ്റുവാണെങ്കിൽ ഉണ്ടാക്കി വയ്ക്ക്, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഓ, നിങ്ങൾക്ക് മാത്രം ഉള്ളല്ലോ ഒരു ജോലി, ഞാനിവിടെ ഒരു ജോലി ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണല്ലോ. നിങ്ങൾ വൈകിട്ടിങ്ങ് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ തിരക്കില്ല, ഞാൻ ഫോൺ വെക്കുക. കട്ടാക്കിയോ? ഇങ്ങ് വരട്ടെ ഇങ്ങോട്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ, ഓഫീസിൽ വന്നാൽ പോലും സമാധാനം തരൂല. ആ, മോൻ വന്നോ? ഇടാ, നിന്റെ ഭാര്യ, എന്റെ മരുമോള് എന്ത് നല്ലൊരു കൊച്ചാടാ. അമ്മയ്ക്ക് എന്താ അമ്മ ഇഷ്ടം എന്ന് ചോദിച്ചോണ്ടാണ് പുറകെ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളിങ്ങ് ഉണ്ടാക്കി തരും. എന്തൊരു കെയറിങ് ആടാ അവൾക്ക്. ഞാൻ എന്ത് ഭാഗ്യം ചെയ്തിട്ടാണാവോ ഇങ്ങനെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയത്, അല്ലേടാ? പണിയെടുക്കാതിരിക്കാനുള്ള അടവ് ഞാൻ കേറി വന്നപ്പോ തൊട്ട് തുടങ്ങിയത് അവരുടെ ഈ തലവേദന. നിങ്ങളുടെ അമ്മയ്ക്ക് ചപ്പാത്തി മുട്ടക്കറി മാത്രം ഇറങ്ങത്തുള്ളെന്ന്, അവർക്ക് എന്റെ ദോശം പുട്ടൊന്നും കഴിച്ചൂടെ? നിങ്ങൾക്കൊരു വേലക്കാരീനെ വേണമായിരുന്നു, അതിനല്ലേ എന്നെ കെട്ടിയേ. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്മക്ക് ചിക്കൻ ബിരിയാണി തൊണ്ടേക്കൂടെ ഇറങ്ങത്തുള്ളെന്ന്. പഞ്ചസാരയല്ല, അവർക്ക് ഉപ്പാണ് കലക്കി കൊടുക്കേണ്ട, ഉപ്പ്. അതെ അതെ. അമ്മേ, വൈകിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്?